ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഗിറ്റ്, എന്താണ് ഗിറ്റ് ഹബ്, ഇത് തമ്മിൽ ഡിഫറൻസും എന്താണ്. അപ്പോൾ ഇതറിയാത്ത ഒരുപാട് പേരുണ്ട്. ചിലർ ഗിറ്റും ഗിറ്റ് ഹബും ഒന്നാന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും ഇഷ്യൂസോ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. എന്താണ് ഗിറ്റ്? ഗിറ്റ് എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഗിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗിറ്റിൽ ഒരു കമാൻഡ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഗിറ്റ് യൂസ് ചെയ്യുന്നുണ്ടാവാം. അതുപോലെ ഗിറ്റ് ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റമാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യാണ്. ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്ത് അതിൻ്റെ വെർഷൻ 1 ഇറക്കി. വെർഷൻ 1 ഇറക്കി കുറച്ച് ഫീച്ചേഴ്സൊക്കെ ആയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ സെക്കൻഡ് വെർഷൻ ഇറക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് വെർഷനിൽ നിങ്ങൾ കുറച്ചുകൂടിയും കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് കൂടുതൽ ഫീച്ചേഴ്സ് ആയിട്ട് ഇറക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്തു. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് വെർഷൻ നിങ്ങൾ റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബഗ്സ്, ഒരുപാട് എററുകൾ യൂസ് ചെയ്യുമ്പോൾ ഫുൾ ബഗ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ നിങ്ങൾക്ക് വെർഷൻ 1 പോകണം എന്നുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളും വരില്ലേ? ആ ടൈമിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? വേർഷൻ കൺട്രോൾ സിസ്റ്റം യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വേർഷൻ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്താണ് ഗിറ്റ് ഹബ് നോക്കാം. ഗിറ്റ് ഹബ് ലൈക്ക് ഒരു ഗൂഗിൾ ഡ്രൈവ് നമുക്ക് എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഫോട്ടോസും കാര്യങ്ങളും എടുത്തു, അതുപോലെ വീഡിയോസും കാര്യങ്ങളും എടുത്തു. പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളുടെ ഫോൺ പോവുകയാണ്, അല്ലെങ്കിൽ ഫോൺ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് പോയി കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ഫോട്ടോസ് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റും, നിങ്ങളുടെ ഫോണിൽ സ്റ്റോർ ചെയ്ത ഫോട്ടോസ്. അപ്പോൾ നിങ്ങളിപ്പോൾ എന്താ ചെയ്യാറ്? ഇപ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കോൺടാക്ട്സ് ആയാലും എല്ലാ കാര്യങ്ങളായാലും നമ്മൾ മെയിലിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഒരു ഗൂഗിൾ ഡ്രൈവിൽ നമ്മുടെ ഫോട്ടോസ് ആണെങ്കിൽ നമ്മൾ ഗൂഗിൾ ഫോട്ടോസിൽ ഗൂഗിൾ ഡ്രൈവിലൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മുടെ വീഡിയോസ്, നമുക്ക് വേണ്ടപ്പെട്ട ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറ്? ഗൂഗിൾ ഡ്രൈവിൽ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അതുപോലെയാണ് ഗിറ്റ് ഹബും. നമ്മളിപ്പോൾ ചെയ്ത നമ്മുടെ സിസ്റ്റത്തിലെ കോഡും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ആ ഒരു ഗിറ്റൊക്കെ യൂസ് ചെയ്ത് നമ്മൾ കമ്മിറ്റ് ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യും. നമ്മൾ ഗിറ്റ് ഹബിൽ കൊണ്ടുപോയിട്ട് ഹോസ്റ്റ് ചെയ്യും. നമ്മൾ ആ ഒരു ഫയൽസ് കൊണ്ടുപോയിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ കിടക്കുന്ന ഫയൽസ് നമ്മൾ ഗിറ്റ് ഹബിൽ കൊണ്ടുവിടും. ഓക്കെ, ഗിറ്റ് ഹബ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു പ്രൊജക്റ്റിൽ തന്നെ മൾട്ടിപ്പിൾ വർക്കേഴ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ നിങ്ങൾ വേറെ സ്ഥലത്ത് ഇരുന്നിട്ട് ഇപ്പോൾ വർക്ക് ഫ്രോം ഇരുന്ന് വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, എവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ ഇപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ടീമെല്ലാം വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ അവരൊക്കെ ചെയ്യണത് നമ്മൾ ഗിറ്റ് ഹബ് ത്രൂ അവർ കോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? നമ്മുടെ റെപ്പോസിറ്ററിയിലോട്ട്, നമ്മുടെ ഗിറ്റ് ഹബിലോട്ട് പുഷ് ചെയ്യും. അതുപോലെ നമ്മുടെ എല്ലാ ടീമും പുഷ് ചെയ്ത് ഇപ്പോൾ നമുക്ക് അവരെ ട്രാക്ക് ഹിസ്റ്ററി, അവർ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അവരെന്തൊക്കെ ചേഞ്ച് ചെയ്തു, അവർ ഇപ്പോൾ എന്തെങ്കിലും കോഡ് ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫയൽ ഡിലീറ്റ് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗിറ്റ് ഹബ് നോക്കി അറിയാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഗിറ്റും ഗിറ്റ് ഹബ് എന്താണെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഈ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുക. ഇത് നമ്മൾ വളരെ ഷോർട്ടായിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. എന്ന് വെച്ചാൽ ഗിറ്റും ഗിറ്റ് ഹബ് നിങ്ങൾക്ക് ഒരു ചെയ്ത് നോക്കാണ്ട്, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് നോക്കാണ്ട് ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മൾ വളരെ ഷോർട്ടാക്കി ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതറിയാത്ത ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.